നയപ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദം. സഭയിൽ പ്രോട്ടോകോൾ ലംഘനം നടന്നുവെന്ന് പ്രതിപക്ഷം. DGP ഗവർണർക്കൊപ്പം ഫ്ലോറിൽ പ്രവേശിച്ചത് പ്രോട്ടോകോൾ ലംഘനം എന്ന് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. R അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ഉള്ളത്. ആനന്ദൻ വിവരങ്ങളുമായി. ആനന്ദൻ, DGP വന്നത് പ്രോട്ടോകോൾ ലംഘനമായി ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷം. സ്പീക്കർ പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല എന്ന നിലപാടിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം V മുരളീധരൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. വന്ദേമാതരം പൂർണ്ണമായും പാടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇങ്ങനെ നയപ്രഖ്യാപനത്തിന്റെ ഫസ്റ്റ് ദിവസം തന്നെ ചില്ലറ വിവാദങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. അഭിലാഷ്, 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ 2 വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, VD സതീശൻ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്ന വേളയിലാണ് ഈ 2 വിവാദങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് DGP പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ഒപ്പം ഉണ്ടായിരുന്നു. സിവിൽ ഡ്രസ്സിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. സഭാ കവാടത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം ഗവർണറെ ഫ്ലോറിലേക്ക് ആനയിക്കുമ്പോൾ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഒപ്പം സഭാ സെക്രട്ടറിക്കും ഒപ്പം DGPയും നടന്നു നീങ്ങുകയായിരുന്നു. അദ്ദേഹം ഫ്ലോറിലേക്ക് പ്രവേശിച്ചു. വെല്ലുവരെ എത്തി. വെല്ലിലെത്തി സ്റ്റെപ്പ് കയറി സ്പീക്കറുടെ ഡയസിലേക്ക് ഗവർണറും സ്പീക്കറും കയറി പോകുന്നതുവരെ വെല്ലിൽ നിന്നു. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങി ഗാലറിയിലേക്ക് പോയത്. ഇതാണ് പ്രോട്ടോകോൾ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു കീഴ്വഴക്കം നിലവിൽ നിയമസഭയിൽ ഇല്ല. അത്തരമൊരു കീഴ്വഴക്കമില്ല എന്ന് പ്രതിപക്ഷം സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. റവാഡ ചന്ദ്രശേഖർ ഇത് DGP ആയ ശേഷം 2ാമത്തെ നയപ്രഖ്യാപനമാണ്. ജനുവരിയിൽ നടന്ന നയപ്രഖ്യാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ആ രീതിയിൽ പെരുമാറിയിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം സ്പീക്കർക്കൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനായി മീഡിയ റൂമിലേക്ക് വരുന്നു. അപ്പോൾ കൂടുതൽ ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും.